ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളുടെ സൗവിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. രാവിലെ തന്നെ ഗ്രൂപ്പിൽ വന്ന ഈ വീഡിയോ കണ്ടാണ് ഞങ്ങൾ എഴുതിയത്. ഒരാഴ്ചയായിട്ട് തുടങ്ങിയ പ്ലാനാണ്. പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയാകാൻ തുടങ്ങി. ഞാൻ റെഡിയാകാൻ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിക്കും പോകാൻ. പിന്നെ പാവ അല്ലേ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച് അവളുടെ കൂടെ റെഡിയാകാൻ പറഞ്ഞു. അപ്പോൾ അച്ഛാമ്മ റെഡിയാകണമൊക്കെ കണ്ട് ഇനി പോയതുപോലെ തിരിച്ചു വരാനുള്ള വഴിയൊക്കെ അറിയാമല്ലോ അല്ലേ എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റാണമ്മ, ഞങ്ങൾ പോയതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 പേരായിട്ട് പോകാൻ തീരുമാനിച്ച ട്രിപ്പാണ് ഗൈസ്. ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ എൻ്റെ സിസിനെയും കൂടെ കൂട്ടി 3 പേരായിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ ദുർഗിൻ്റെ വീട്ടിൽ ചെന്ന് അവളെയും കൂടെ പിക്ക് ചെയ്ത് വേണമായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അവളെയും കൂടെ പിക്ക് ചെയ്യാനായിട്ട് പോകുകയാണ്. പോണ വഴിക്കാണെങ്കിൽ എൻ്റെ അനിയത്തിൻ്റെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ, ക്യാറ്റ് വാക്ക് നടക്കാൻ പറഞ്ഞപ്പോൾ അവൾ നടന്നതാണ് ഗൈസ്. ഇങ്ങനെ ഋക്കുവിൻ്റെ വീട്ടിൽ ചെന്ന് അവളെയും കൂടെ പിക്ക് ചെയ്ത് പിന്നെ ഇനി ആര്യ വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് അവളെ വിളിച്ചു നോക്കി, കിട്ടിയില്ല ഗൈസ്. പിന്നെ മെസ്സേജ് അയച്ചു, കുട്ടി വരുന്നില്ല, അവളുടെ വീട്ടിൽ ആരും ഇല്ലെന്നൊക്കെ. പിന്നെ ദൂരമായിട്ട് ഞങ്ങൾ ഫണ്ട് മേടിക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ പോയി ഫണ്ട് മേടിച്ച് തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. അങ്ങനെ കുത്തോട് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അനിയത്തിക്ക് ഭയങ്കര ദാഹം. അപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്ത പൈസ കൊണ്ട് അവൾ ഒരു സ്പ്രിൻറ്റ് മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇതാണ് സൗ പറഞ്ഞ സ്പോട്ട്. സൗവിനെ വിളിച്ചു. അപ്പോൾ അവളൊന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ ദുറിനെ കണ്ട സന്തോഷത്തിലാണ് അവൾ. ഞങ്ങൾ ദുറുണ്ടെന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ഞങ്ങളല്ലെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് അവൾ. എന്നിട്ട് പിന്നെ സൗ ആണ് എൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റർ. അവളാണ് എൻ്റെ കണ്ടൻറ്റ്, അവൾ തന്നെ ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ റിയൽ ലൈഫിൽ കണ്ടൻറ്റൊക്കെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കി ഫ്രണ്ട്സ് വരാത്തതിൻ്റെ പരിഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കൂടെ ഒരു ദിവസം വരാം, അതിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് പറയാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കണ കാര്യമൊക്കെ പറയും. അപ്പം കുറേ എണ്ണം കളഞ്ഞു. ഞാനല്ല കളഞ്ഞു. ഫുഡ് തുടങ്ങിയപ്പോൾ ഫുഡ് തുടങ്ങിക്കാന്ന് 11:30 ഇറങ്ങിയിട്ടു. നീ ഇരുന്നാ? ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല. ഫസ്റ്റ് വന്നിക്ക് ഇരിക്കല്ലേ? ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പോ അങ്ങനെ ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലേക്ക് എത്തി, സൗണ്ട് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ഞങ്ങൾ അടുക്കള ഭാഗം വഴിയാണ് കയറിയത്. കാരണം ഇങ്ങോട്ട് വന്നൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയത് കാരണം കൈയും കാലൊക്കെ കഴുകണമായിരുന്നു. എന്നിട്ട് അടുക്കള വഴി കയറി. അവിടെ ചെന്നപ്പോഴത്തേക്ക് സൗവിൻ്റെ അമ്മ വന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് സൗവിൻ്റെ അമ്മ. അവർ അതിഥികളെയൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇത് സരയു, സൗവിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ ഞങ്ങളുമായിട്ട് കമ്പനിയായി ജ്യൂസൊക്കെ എടുത്ത് തന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിച്ച് വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണുമായിരുന്നു. അപ്പോൾ കുറേ കുട്ടീസൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവരും കമ്പനിയായി ഗൈസ്. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ അടുക്കള ഭാഗത്തേക്ക് പോയി. അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു. ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതലും ചില്ലായേനെ എന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് ഞങ്ങളുടെ ദുറിൻ്റെ കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻസ് ഗൈസ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ സൗവിൻ്റെ ഒരു മാസ് എൻട്രി, ടാൻ 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 ടാൻ. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് നിൻ്റെ അനിയത്തി നിന്നെപ്പോലെ എന്നല്ല കുറച്ച് ബോൾഡാണെന്ന്. അപ്പോൾ അതൊക്കെ നോട്ടം. അപ്പം അവൾ വന്നിട്ട് ബാക്കി ഫ്രണ്ട്സൊക്കെ എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇടയ്ക്ക് പോയി. ഇത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബോറടിച്ചപ്പോഴത്തേക്കും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവളോട് പറഞ്ഞ് കറങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു കടയിൽ ചെന്ന് കയറി. രുചി സ്വീറ്റ്സ് എന്ന് പറയുന്നൊരു കടയായിരുന്നു, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ. അവിടുത്തെ ചേച്ചിയാണെങ്കിൽ കട്ട കമ്പനി ആയിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നതായിട്ട് ആ ചേച്ചി ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പഴംപൊരി വാങ്ങിച്ചു, പിന്നെ ഒരു സമൂസ വാങ്ങിച്ചു, വട അതൊക്കെ വാങ്ങി ഒരു ടേബിളിൽ പോയിരുന്നു. എന്നിട്ട് അത് ഷെയറിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് മെസ്സേജ് ഇടാനുണ്ടായിരുന്നു, അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തു. പിന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഫ്രഷ് ലൈമും പിന്നെ ദുരിന് ചായ വാങ്ങിച്ചു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് സൗവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ കണ്ട പിള്ളേർ വീണ്ടും വന്ന് പിള്ളേർ കട്ട കമ്പനിയായിരുന്നു ഗൈസ്. സച്ചു സഞ്ജു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിലാണ് മെയിൻ പരിപാടി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സൗ ഇപ്പം ഇരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് സദ്യ കഴിക്കായിരുന്നു. പപ്പടം പഴം പായസമായിരുന്നു ഗൈസ്. സദ്യ ഫുഡെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. പിന്നെ സദ്യ കഴിച്ച് മത്തടിച്ച് കിറങ്ങി ഞങ്ങൾ 3 പേരും കൂടെ ഒരു സൈഡിൽ പോയി ഇരുന്നു. പിന്നെ അവിടെ വന്ന് ആൻറ്റിയോട് അങ്കിളിനോടൊക്കെ ബൈ പറഞ്ഞു. പിന്നെ സൗ പറഞ്ഞ് അങ്ങോട്ട് ആക്കിത്തരാം എന്നും പറഞ്ഞ് അവൾ കൊണ്ടേ പകുതിയാക്കി. പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് ഞങ്ങൾ വന്ന് കയറി. എന്നിട്ട് വീട്ടിൽ വന്ന് വിശേഷമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളുമായി പിന്നെ കാണാം. അപ്പോൾ ദിസ് ആതിര ആരതി വേൾഡ് വീണ്ടും വരും അടുത്ത വീഡിയോ ആയിട്ട്. നമുക്ക് പിന്നെയും കാണാം. ബൈ.